ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് പറ്റി? ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. ടി വി പ്രസാദ്, ഒപ്പം അപർണ കാർത്തിക എന്നിവരാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഒപ്പം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി വിവരാവകാശ അപേക്ഷയടക്കം നടത്തി ആ പേജുകൾ കാണാതെ പോയതിലടക്കമുള്ള വിവരങ്ങൾ, അതിന്റെ തുടർ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം ആർ റോഷിപാലും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ടി വി പ്രസാദിലേക്ക്. ടി വി പ്രസാദ്, ഗുഡ് ഈവനിംഗ്. എന്ത് പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്? റിപ്പോർട്ട് തയ്യാറായി, ആ റിപ്പോർട്ട് വെളിച്ചം കാണാൻ തന്നെ വർഷങ്ങളെടുത്തു. വെളിച്ചം കണ്ട ശേഷം രൂപീകരിച്ച SIT അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഈ റിപ്പോർട്ട് അങ്ങ് അസ്തമിക്കുകയാണോ പ്രസാദ്? സുജയ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇന്ന് പ്രത്യേകിച്ച് ഇതൊരു വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി കേരളം വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളിലെല്ലാം നടപടി ഉണ്ടാകും എന്നുള്ളതാണ് സിനിമാ മേഖലയിൽ ഇങ്ങനൊരു കമ്മിറ്റി ആഗ്രഹിച്ചവരെല്ലാം പ്രതീക്ഷിച്ചതെങ്കിൽ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ പലതിലും കേസുകളും ഉണ്ടായി. പിന്നീട് ആ കേസുകളിൽ പലതും അന്വേഷണം നടന്നു. മതിയായ രീതിയിൽ ഇരകൾ സഹകരിക്കാത്തതുകൊണ്ട് തന്നെ ആ കേസുകൾ അവസാനിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തി. ഒരു കാര്യം ഉറപ്പാണ് സുജയ, നേരത്തെ ഹേമ കമ്മിറ്റി രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം, ആ സാഹചര്യം എന്നുള്ളത് അത് അതിസങ്കീർണമായിരുന്നു സിനിമാ ലോകത്ത് എന്നതാണ്. അവിടുന്ന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 5 കഴിയുന്ന ഈ ഘട്ടത്തിലും അതിലെ ശുപാർശകൾ ഒന്നും പോലും നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇതിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് WCCയുടെ ഒരു സ്റ്റാൻഡ് ഇതാണ്. വിധു വിൻസെന്റ്, പാർവതി തിരുവോത്തിനെതിരെ പറഞ്ഞ വാചകം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്.